ധന്യ, സൈഫുള്ള കസൂരി ഈ പേര് വളരെ അപകടം പിടിച്ച ഒരു പേരാണ്. കാരണം ഇയാൾ വലിയ സൈഫുള്ള ഖാലിദ് എന്ന ശരിക്കുമുള്ള പേരുള്ള ഈ കസൂരി വലിയ ഭീകരനാണ്. ലഷ്കർ ഇ തോയ്ബയുടെ രണ്ടാമത്തെ കമാൻഡർ. ഇയാൾ പാകിസ്ഥാനോടൊപ്പം നിന്നാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ശരിക്കും എന്താണ് കസൂരി? കസൂരി ആദ്യം സൂചിപ്പിച്ചതുപോലെ സൈഫുള്ള ഖാലിദ് കസൂരി, അതാണ് അയാളുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്. 2 മാസം മുൻപ് ഇയാൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അതിഥിയായിരുന്നു. പാകിസ്ഥാൻ അതിഥിയായി സ്വീകരിച്ച് എന്താ പറയുക, ഈ പിന്നെ സൽക്കരിച്ചൊക്കെ വിട്ട ഒരാളാണ്. അപ്പോൾ അത്ര അടുത്ത ബന്ധമാണ് പാകിസ്ഥാനുമായി ഇയാൾക്കുള്ളത്. മാത്രമല്ല, ഇയാൾ ഒരു പ്രസംഗത്തിൽ 2 മാസം മുൻപ് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞിരുന്നു, 2026 ഫെബ്രുവരിയോടുകൂടി കശ്മീർ ഞങ്ങളുടേതാകും എന്ന് ഇയാൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത സമയങ്ങളിലാണ് കശ്മീരിൽ ഇത്തരമൊരു തീവ്രവാദി ആക്രമണം നടത്തുന്നത്. ആക്രമണം കഴിഞ്ഞ ഉടൻ ഇയാൾ അതിൻ്റെ അവകാശം, ഞങ്ങളാണിത് ചെയ്തത് എന്നുള്ളത് ഏറ്റെടുക്കുകയും ചെയ്തു. TRF എന്ന് പറയുന്ന റെസിഡൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലവനാണ്. അത് ലഷ്കർ ഇ തോയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇവർക്ക് ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലനമല്ല കിട്ടിയത്, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പരിശീലനം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഈ സൈനികരാണ് ആളുകളുടെ വസ്ത്രം അഴിച്ച് ഹിന്ദുവാണോ അമുസ്ലിമാണോ പിന്നെ മുസ്ലിമാണോ എന്നൊക്കെ പരിശോധിച്ച് ആളുകളെ തീർക്കുന്നതാണ് ഈ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു പരിശീലന രീതി എന്ന് പറയുന്നത്. ആ രീതിയാണ് ഇവർ കശ്മീരിലെ നിരപരാധികളോട് കാണിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പരിശീലനം കിട്ടിയവരാണ് ഇവർ എന്നാണ് പറയുന്നത്. ഈ സെയ്ഫ് ഖാലിദ് കസൂരി ഇതിൻ്റെ സൂത്രധാരനായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ട്, ഇവനെ എവിടെ വെച്ച് കണ്ടാലും തീർത്തേക്കണം, ഇനി സൈന്യത്തിന് അത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത് ഇവനെ തീർത്തോളാം. അത്രയ്ക്ക് രോക്ഷത്തിലാണ് ആളുകൾ എന്ന് പറയുന്നത്. ഇവനെ നിരപരാധികളായ 29 പേരുടെ ജീവൻ എടുത്ത് ഇന്ത്യൻ സർക്കാരിനെ ഭയപ്പെടുത്താം എന്ന് കരുതി. ഇന്ത്യൻ സൈന്യം ഭയപ്പെടില്ല. കാരണം 29 പേരുടെ ജീവൻ നമുക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. ഓരോ ചോരയ്ക്കും നമ്മൾ മറുപടി പറയും, ഓരോ തുള്ളി ചോരയ്ക്കും നമ്മൾ മറുപടി പറയും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമേ വേണ്ട എന്നുള്ളതാണ്. ഇനി ആരാണ് സൈഫുള്ള ഖാലിദ് കസൂരി എന്ന് ചോദിച്ചാൽ, ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് ഈ കസൂരി എന്ന് പറയുന്നത്. പാക് ഭീകരനും ലഷ്കർ ഇ തോയ്ബയുടെ സഹസ്ഥാപകനുമായ ഹാഫിസ് സയ്യദുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് കസൂരി. പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കസൂരി പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ജമ്മു കാശ്മീരിൽ നേരത്തെയും നടന്ന ഭീകരാക്രമണങ്ങളിൽ കസൂരിക്ക് പങ്കുണ്ട് എന്നാണ് വിവരം. വിദ്വേഷ പ്രസംഗത്തിന് കുപ്രസിദ്ധനായ കസൂരി യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. 2 മാസം മുൻപ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണം അനുസരിച്ച് പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ കസൂരി സൈനികർക്കായി ഒരു പ്രസംഗം നടത്തിയിരുന്നു. പാക് സൈന്യത്തിന്റെ കേണൽ സാഹിദ് സരീൻ ഖട്ടിന്റെ ക്ഷണം അനുസരിച്ചെത്തിയ കസൂരിയെ പൂക്കൾ വർഷിച്ചാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടും എന്നതടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇയാളുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫെബ്രുവരി 2 ഖൈബർ പഖ്തൂൺഖ്വയിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം ചെയ്തിരുന്നു. 2026 ഫെബ്രുവരിക്ക് മുൻപ് കശ്മീർ പിടിച്ചെടുക്കാനാവുന്നതെല്ലാം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നുമായിരുന്നു കസൂരിയുടെ പരാമർശം. അബാട്ടാബാദിലെ വനാന്തരങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന ഭീകര ക്യാമ്പിൽ 100 കണക്കിന് പാക് യുവാക്കൾ പരിശീലനം നേടിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ലഷ്കർ ഇ തോയ്ബയുടെ രാഷ്ട്രീയ ശാഖയായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ്, അതായത് PMML, SML എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിൽ കസൂരിയും പങ്കെടുത്തിരുന്നു. ഈ ക്യാമ്പിൽ നിന്നാണ് യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി കസൂരി തിരഞ്ഞെടുത്തതും പിന്നീട് ഇരകളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിൽ പരിശീലനം നൽകിയതും. ലഷ്കർ ഇ തോയ്ബയുടെ പെഷാവർ ആസ്ഥാനത്തിന്റെ തലവൻ കൂടിയാണ് കസൂരി. പാക് സെൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കർ ഇ തോയ്ബയുടെ മറ്റൊരു രൂപമായ ജമാഅത്ത് ഉദ്ദവയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരി പ്രവർത്തിച്ചിരുന്നു. JUDA 2016 US ഭീകരവാദ പട്ടികയിലും 2009 UN ഉപരോധ പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പാകിസ്ഥാന്റെ സ്വത്ത്,
എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. 2, ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടും. 3, കശ്മീരിൽ ആക്രമണങ്ങൾ ഉണ്ടാകും, കരുതിയിരുന്നോളൂ. ഈ 3 വിദ്വേഷ പ്രസംഗങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രസംഗങ്ങൾ കൃത്യമായി നമ്മൾ നിരീക്ഷിച്ചിട്ടില്ല ഇന്ത്യ. ഈ പ്രസംഗങ്ങൾക്ക് കൃത്യമായ മുഖവിലക്കെടുത്തിട്ടില്ല ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയുടെ ഒരു വീഴ്ച തന്നെയാണ്. ഇയാൾ പല ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 100 കണക്കിന് പാക് യുവാക്കളെ ഇയാൾ ഭീകരമായി പരിശീലനം നടത്തിയിട്ടുണ്ട്. ഇരകളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നത് എങ്ങനെയാണ്, അതായത് മതം ചോദിച്ച് തന്നെ കൊല്ലണം. മുസ്ലിങ്ങളെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ആളുകളാണ്, അവരെ ഇല്ലാതാക്കരുത്, അമുസ്ലിങ്ങളെ കൊല്ലുക. ഇതാണ് ഇയാൾ ഈ പരിശീലനം നടത്തിയ യുവാക്കൾക്ക് കൊടുത്തിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഇയാളുടെ സംഘടന നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ മരണപ്പെട്ടവരുടെ എന്താ പറയുക ദുഃഖത്തിൽ അനുശോചിക്കുകയാണ്. എന്തർത്ഥത്തിലാണ് എന്നുള്ളതാണ്. ഈ സൈഫുള്ള ഖാലിദ് കസൂരി കൊടും ഭീകരനാണ്. ഇയാളെ വിളിച്ച് അവിടുത്തെ സൈനികർക്ക് പരിശീലനം നടത്തുകയാണ്. ഇയാൾ വരുമ്പോൾ പൂക്കൾ കൊണ്ടാണ് ഇയാളെ സ്വീകരിക്കുന്നത്. എന്നിട്ട് പാകിസ്ഥാൻ കരയുകയാണ്. എന്താണ് ഇതിൽ മുതലക്കണ്ണീരൊഴുക്കുന്നു. അപ്പോൾ എല്ലാം പാകിസ്ഥാന്റെ അറിവോടുകൂടി പാകിസ്ഥാന് വേണ്ടി, പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, പാകിസ്ഥാന്റെ ആർമി ചീഫിനെ വരെ സന്തോഷിപ്പിക്കാനായി സൈഫുള്ള ഖാലിദ് കസൂരി ചെയ്തതാണ് ഈ 29 പേരുടെ ജീവൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം, അല്ലേ? തീർച്ചയായും. ഇയാള് വളരെ വിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങൾ മാത്രം നടത്തുന്ന ഒരാൾ മാത്രമല്ല. കാരണം ഇയാൾക്ക് കൃത്യമായ പ്ലാനുണ്ട്. ഇന്ത്യക്കെതിരെ ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് അയാൾ കൃത്യമായ ട്രെയിനിങ് കൊടുക്കുകയും കൃത്യമായ മതപരമായ പഠനങ്ങൾക്ക് ഈ ആൾക്കാരെ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇല്ലാത്ത ഒരു പക്ഷം ജനറലായിട്ട് വന്നൊരു അറ്റാക്ക് ചെയ്തിട്ട് പോവുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, കാശ്മീരിലേക്ക് ആൾക്കാർ വരിക എന്നുള്ളത് ഇന്ത്യക്കാരെ വിഘടിപ്പിക്കുക, ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, അതോടൊപ്പം തന്നെ കാശ്മീരിലേക്ക് എത്തുന്നവർക്ക് ഭയപ്പാടുണ്ടാക്കുക. ഇനി സൈന്യത്തിനൊന്നും ചെയ്യാൻ കഴിയാത്ത മേഖലയാണെന്ന് കണക്ക് കൂട്ടി തന്നെ ആയിരിക്കണം ബൈസരനിൽ അറ്റാക്ക് നടത്തുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, സൈന്യം പെട്ടെന്ന് എത്തുന്ന ഒരു പാതയുള്ള വഴിയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ഇന്ത്യൻ സൈന്യം എത്തും, അവരെ ആക്രമിക്കും. ഈ ആൾക്കാർ ഈ പറയുന്ന അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ചു പോകാൻ തിരിച്ചവരുടെ കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെടിയേൽക്കും, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടായിട്ടുള്ള പ്രദേശം അവർ തിരഞ്ഞെടുത്തത്. വളരെ ദുർഘടമായിട്ടുള്ളൊരു പ്രദേശം, അവിടേക്ക് എത്താനായിട്ട് എയർലിഫ്റ്റ് ചെയ്താണ് ആൾക്കാരെയൊക്കെ നമ്മൾ രക്ഷിച്ചത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അത് തന്നെ തിരഞ്ഞെടുക്കാനും ഇയാളുടെ ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധത കൃത്യമായി പഠനം നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇയാൾ അതിനെപ്പറ്റി കൃത്യമായി അന്വേഷിച്ചിരുന്നു. എങ്ങനെയാണ് കാശ്മീരിൻ്റെ ഭൂപ്രദേശങ്ങൾ, അതിനു വേണ്ടിയിട്ട് ഇയാളുടെ സ്ലീപ്പർ സെല്ലുകൾ അവിടെ ഉണ്ടായിരിക്കാം. കാശ്മീരിലെ സിവിലിയൻസിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്കിടയ്ക്ക് ഇയാളുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കാം. വേഷം മാറി സാധാരണക്കാരായി ജീവിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ നിരീക്ഷിച്ച് എങ്ങനെയാണ് സൈനിക വിന്യാസം മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, എങ്ങനെ അവിടുത്തെ സംസ്ഥാന ഭരണം നാഷണൽ കോൺഫറൻസിൻ്റെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടി ഇയാൾ അവിടെ നടത്തിയ പ്രവർത്തനമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വലിയ ഭീകരനായി നിൽക്കുന്നതാണ് ലഷ്കർ ഇ തോയ്ബയുടെ രണ്ടാമൻ. അത്തരത്തിലുള്ള ഒരാൾ ട്രെയിനിങ് കൊടുത്ത ദ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, അവരുടെ ഒരു സെപ്പറേറ്റ് യൂണിറ്റ്, ആ യൂണിറ്റാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. ഇയാൾ അതിനെ നിർമ്മിച്ചിരിക്കുന്നത് കാശ്മീരിന് വേണ്ടിയിട്ടാണ്. കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ലക്ഷ്യമുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ ആത്യന്തികമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരവാദമാണ്. അത് ഇന്ത്യക്കെതിരാണ്. ഇന്ത്യക്കെതിരെ സ്പെഷ്യലൈസ് ചെയ്ത് തകർക്കാനും ആക്രമിക്കാനും വേണ്ടിയിട്ട് ഒരു യൂണിറ്റിനെ, ഒരു വിങ്ങിനെ തന്നെ ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നു. കസൂരി ചില്ലറക്കാരനല്ല. അയാളുടെ തലയെടുക്കേണ്ടത് ഇന്ത്യയുടെ ലോകത്തിനോടുള്ള ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും.